ഹായ് കൂട്ടുകാരെ, ഞാനിന്നുള്ളത് റോസ് എഡ്യൂക്കേഷണൽ എയ്ഡ്സിലാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രവൃത്തി പരിചയമേളയിലെ ഒരു ഇനമായ പാവ നിർമ്മാണത്തിന് ആവശ്യമായ കിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ കിറ്റ് വിശദമായൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതായത് പാവ നിർമ്മാണത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യം എന്തൊക്കെയെന്ന് നോക്കാം. പാവയ്ക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ, പാവയിൽ സ്റ്റഫ് ചെയ്യാനുള്ള പഞ്ഞി, പാവയ്ക്കായി ഒരു തല, പാവയുടെ സ്കെലട്ടൻ നിർമ്മിക്കുന്നതിനായുള്ള കമ്പി, പാവ നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ ബേസ് തുടങ്ങിയവയാണ് നമ്മൾ ഈ കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വളരെ വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം ഈ കമ്പി ഉപയോഗിച്ച് ഇതുപോലൊരു സ്കെലട്ടൻ നിർമ്മിച്ചെടുക്കുക. എന്നിട്ട് ആ സ്കെലട്ടനിലോട്ട് ഈ പഞ്ഞി സ്റ്റഫ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് മനുഷ്യരൂപവുമായി സാദൃശ്യമുള്ളതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഈ തരത്തിലുള്ള നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന തുണിത്തരങ്ങൾ ഉപയോഗിച്ച് പാവയെ അലങ്കരിക്കുക. ഇതിൽ പാവയ്ക്ക് ആവശ്യമായ ഡ്രസ്സ്, ബ്ലൗസ്, ഷോള്, മുടി, അതുപോലെ തന്നെ ആഭരണങ്ങൾ എല്ലാം ഈ ഒരു ഇതിൽ ലഭ്യമാണ്. ഇവ വെച്ച് പാവയെ അലങ്കരിച്ച് നല്ലൊരു ഡോളാക്കി മാറ്റിയെടുക്കുക. പിന്നെ അവസാനമായി ഈ തല ഫിറ്റ് ചെയ്ത് ഈ തലയിൽ ബാക്കി മുടിയും കാര്യങ്ങളുമൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു ഡോളാക്കി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നിർമ്മിച്ചു വെച്ച ചില ഡോളുകളാണ് ഈ കാണുന്നത്. ഇത് മണിപ്പൂരി, മോഹിനിയാട്ടം, സെറ്റ് സാരി, കഥക്ക്, രാധ ഇവയാണ്. ഇത്രയും കിറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ പാവ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധങ്ങളായ പദാർത്ഥങ്ങളടങ്ങിയ കിറ്റ് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അതുപോലെ അവസാനം ആ ഒരു നിർമ്മിച്ച പാവകളും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഇത് നിർമ്മിക്കുന്ന രീതി വിശദമായി അറിയണമെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അതുപോലെ തന്നെ ഇവ പരിശീലിക്കാനുള്ള സാധനങ്ങളുടെ കിറ്റ് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവരും ഫോളോയും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ. ബൈ.